ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ചിലവർക്ക് കൈകളിൽ വളരെയധികം തരിപ്പ് അനുഭവപ്പെടാറുണ്ട്, മരവിപ്പ് അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ കൈകൾക്കൊരു ബലമില്ലാത്തതുപോലെ ഫീൽ ചെയ്യാറുണ്ട്, ഒരു കഴപ്പുണ്ടാവാറുണ്ട്. ചില സാധനങ്ങളൊക്കെ നമ്മൾ അടുക്കളയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ പാത്രങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ വിരൽ കൊണ്ട് മാത്രം എടുക്കുമ്പോൾ കയ്യിൽ നിന്ന് വിട്ടുപോവാറുണ്ട്, കൈകൾക്കൊരു ശക്തി കിട്ടാത്ത പോലെ തോന്നാറുണ്ട്. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അനുഭവിക്കാറുണ്ട്, പലർക്കും ഇത് ഉണ്ടാവാറുണ്ട്. ഇത് എന്തുകൊണ്ടാണ്, ഇതിനുള്ള പരിഹാരം എന്താണ്, നമുക്കിതിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്കിന്ന് നോക്കാം. ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് കാർപ്പൽ ടണൽ സിൻഡ്രം എന്ന് പറഞ്ഞ ഒരു അസുഖമാണ്. കാർപ്പൽ ടണൽ എന്ന് പറയുന്നത് നമ്മുടെ റിസ്റ്റിലുള്ള ഒരു ടണൽ പോലുള്ള കാര്യമാണ്. അതിനടിയിലൂടെ ഒരുപാട് ടെൻഡൻസും അതുപോലെ നെർവുകളും പോകുന്നുണ്ട്. ഇതിലെ കൂടെ പോകുന്ന ഒരു നെർവാണ് മീഡിയൻ നെർവ്. ഈ മീഡിയൻ നെർവാണ് നമ്മുടെ കൈകളിലേക്കുള്ള സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മീഡിയൻ നെർവ് കംപ്രസ് ആവുമ്പോൾ അത് ഞെരുങ്ങിപ്പോകുമ്പോഴാണ് നമുക്ക് കൈകൾക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഈ ഒരു അസുഖത്തിനെയാണ് കാർപ്പൽ ടണൽ സിൻഡ്രം എന്ന് പറയുന്നത്. ഈ ഒരു അസുഖം വരാൻ പല കാരണങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ എന്തെങ്കിലും ഇവിടെ ഇഞ്ചുറി പറ്റിയത് കൊണ്ടാവാം. അതല്ലെങ്കിൽ അതിലേക്കൂടെ പോകുന്ന ബാക്കി നെർവുകൾക്ക് എന്തെങ്കിലും ഇൻഫ്ലമേഷൻ വരുവാണെങ്കിൽ ആ ഒരു ഇൻഫ്ലമേഷൻ കൊണ്ട് മീഡിയൻ നെർവിന് അതിലൂടെ പോകാൻ സ്ഥലമില്ലാതെ അത് ഞെരുങ്ങിയിട്ട് അവിടെ അതിൻ്റെ സപ്ലൈ ബ്ലോക്ക് ആയതുകൊണ്ട് നമുക്ക് ഈ കൈകൾക്ക് പ്രശ്നങ്ങൾ വരാം. ഇനി ഈ മീഡിയൻ നെർവ് വരുന്നത് നമ്മുടെ നെക്കിൻ്റെ പിറകുന്ന് ബ്രേക്കിയൽ പ്ലക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെർവ് കൂട്ടത്തിൻ്റെ കൂടെയാണ്. പ്ലക്സസ് എന്ന് പറയുന്നത് നെർവ്സിൻ്റെ ഒരു കൂട്ടം എന്നുള്ളതാണ്. അപ്പോൾ ആ ബ്രേക്കിയൽ പ്ലക്സ് എന്നാണ് മീഡിയൻ നെർവ് വരുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് ഉള്ളവരിൽ ഈ ഒരു പ്രശ്നം കാണാറുണ്ട്. ഈ മീഡിയൻ നെർവിന് ഇതുപോലെ പ്രശ്നം വന്നിട്ട് കൈകൾക്ക് പ്രശ്നം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കാരണമല്ലാതെ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് കൈക്ക് ഈ ഒരു പ്രശ്നങ്ങൾ വരാം. അതിലൊന്നാമത്തേതെന്ന് പറയുന്നത് തൈറോയിഡാണ്. ഹൈപ്പോ തൈറോയിഡ് ഉള്ളവർക്ക് ഇങ്ങനെ വരാറുണ്ട്. അതുപോലെ ഒരുപാട് കാലമായിട്ട് ഡയബറ്റീസ് ഉള്ളവർക്ക് ഈ ഒരു പ്രശ്നം കാണാറുണ്ട്. പ്രഗ്നൻസിയിലും ഇത് വളരെ കോമൺ ആണ്. നമ്മുടെ ബോഡിയിൽ വാട്ടർ റീടെൻഷൻ കൂടുന്നത് കൊണ്ടാണ് പ്രഗ്നൻസിയിൽ ഇങ്ങനെ വരുന്നത്. അതുപോലെ തന്നെ തലാമസിൽ ഉണ്ടാകുന്ന നമ്മുടെ ബ്രെയിനിലുള്ള തലാമസിലുള്ള ബ്ലഡ് സപ്ലൈയുടെ കുറവ് മൂലവും നമുക്ക് ഈ ഒരു പ്രശ്നം വരാം. അതുപോലെ ഏജ് ആകുമ്പോൾ ഒരു 40+ ഏജൊക്കെ ആവുമ്പോൾ നമ്മുടെ നെർവ്സിനൊക്കെ വീക്ക്നെസ് വന്നിട്ടും ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. ചിലവർക്ക് ഈ കൈപ്പത്തിക്ക് മാത്രമായിരിക്കില്ല പ്രശ്നം, അവർക്ക് ഈ ഷോൾഡറിന് തന്നെ പെയിൻ തുടങ്ങും. ഷോൾഡറിന് ഒരു വലിയുന്ന പോലുള്ള പെയിൻ നമ്മുടെ പത്തിയിലേക്ക് വരാറുണ്ട്. പിന്നെ ഇനി ഇതാണ്, അതായത് കാർപ്പൽ ടണൽ സിൻഡ്രം ആണ് എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാം എന്നുള്ളതാണ്. അതായത് കാർപ്പൽ ടണൽ സിൻഡ്രം ഉള്ളവർക്ക് രാത്രി ഉറക്കത്തിൽ തന്നെ വേദന കൊണ്ട് ഞെട്ടി എണീച്ചു പോവും. അത്രയും പെയിൻ ഉണ്ടാവും, തരിപ്പുണ്ടാവും. പിന്നെ നമുക്ക് കൈ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ, അതായത് ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് വളരെ ആശ്വാസം തോന്നും, ഒരു റിലീഫ് ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് കൈ ഇങ്ങനെ തൂക്കിയിടാനൊക്കെ തോന്നും, തൂക്കിയിടുമ്പോൾ ഒരു സമാധാനം കിട്ടുന്ന പോലൊക്കെ തോന്നും. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കിതൊരു കാർപ്പൽ ടണൽ സിൻഡ്രം ആണെന്ന് സ്ഥിരീകരിക്കാം. പിന്നെ ഇത് സ്ഥിരീകരിക്കാൻ MRIയോ അതുപോലെ നെർവ് ടെസ്റ്റുകളുണ്ട്, അത് USG എടുക്കാം. ഇതിലൂടെയൊക്കെ ഇതാണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ഇനി റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് അതുപോലെ ആർത്രൈറ്റിസ് പോലുള്ള വാദസംബന്ധമായ അസുഖങ്ങളുള്ളവരിലും ഈ ഒരു പ്രശ്നം വളരെ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, വീട്ടിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഞാനൊരു 3-4 കാര്യങ്ങൾ പറഞ്ഞു തരാം. അതിൽ നിങ്ങൾക്ക് പറ്റാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാം. ഒന്നാമത്തേതെന്ന് പറയുന്നത് ഒരു ഓയിൽ മസാജാണ്. ഈ ഒരു ഓയിൽ മസാജിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്ഷീരബല എടുക്കാം. ക്ഷീരബല 101 ആവർത്തിച്ചത് അല്ലെങ്കിൽ മഹാനാരായണ തൈലം എടുക്കാം. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ജെന്റിലായിട്ട് മസാജ് ചെയ്യുക, വളരെ ശക്തിയിലൊന്നും തടവരുത്, വളരെ മെല്ലെ തടവി കൊടുക്കുക. അതും നമ്മൾ ഈ ഒരു എണ്ണ ചൂടുവെള്ളത്തിൽ കുറച്ച് ഒരു ചെറിയൊരു പാത്രത്തിൽ എടുത്ത് വെച്ച് ഇളം ചൂടാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഡയറക്റ്റ് ചൂടാക്കരുത്, ചൂടുവെള്ളത്തിൽ വെച്ച് മാത്രം ചൂടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇളം ചൂടോട് കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നല്ല ഇളം ചൂടുള്ള വെള്ളം കൊണ്ട് കഴുകിക്കളയാം. അതല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ തുണി മുക്കി ആവി പിടിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തവരെന്ന് പറയുന്നത് റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അതായത് ആമവാദമുള്ളവരാണ്. ആമവാദമുള്ളവരിൽ എണ്ണ തേക്കുമ്പോൾ ഈ കണ്ടീഷൻ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആമവാദം ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്.
ഇനി നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കല്ലുപ്പിനെ ഒരു കിഴിയാക്കി എടുക്കുക. ആ കിഴിയോട് കൂടി നിങ്ങൾ ഒരു ചട്ടിയിൽ വെച്ച് ചൂടാക്കി എടുക്കാം. അത് നിങ്ങൾക്ക് ഈ സ്ഥലത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അവിടെ ഉണ്ടാകുന്ന നീർക്കെട്ടും അതുമൂലമുണ്ടാകുന്ന വേദനയും മാറാൻ വേണ്ടിയിട്ട് ഇത് വളരെ സഹായിക്കും. ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. പിത്ത കൂടിയിരിക്കുന്ന കണ്ടീഷൻ ഉള്ളവർക്ക് ഈ ഒരു കാര്യം ചെയ്യരുത്. പിത്ത കൂടിയിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പുകച്ചിലുണ്ടാവാം, എരിച്ചിലുണ്ടാവാം, അതല്ലെങ്കിൽ അവിടെ ചുവന്ന കളർ ഉണ്ടാവാം. ഇങ്ങനെയുള്ളവരൊന്നും ഇത് ചെയ്യരുത്. അല്ലാത്തവർക്ക് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ വളരെയധികം റിലീഫ് കിട്ടുന്നതാണ്. ഇനി ഇങ്ങനെ പിത്ത കൂടിയിരിക്കുന്നവരിലാണെങ്കിൽ നമുക്ക് ഐസ് പാക്സ് വെച്ച് കൊടുക്കാം. ഐസ് പാക്ക് വെച്ച് കൊടുക്കുന്നത് അവരുടെ ഈ പുകച്ചിലും അതുപോലെ ഈ ചുവന്ന നിറം, അതായത് ഇൻഫ്ലമേഷൻ വന്ന് ചുവന്ന കളറൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നസ്യമാണ്. നസ്യം നമുക്ക് ഒരു ഡോക്ടറുടെ കീഴിൽ മാത്രമേ ശരിയായ രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് പ്രതിമർശ നസ്യം എന്ന് പറയുന്ന നസ്യം വീട്ടിൽ ചെയ്യാം. അതായത് നമ്മൾ സാധാരണ നോസ്ട്രിലിലേക്കൂടെ 2 തുള്ളി മരുന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ നമ്മുടെ കൈകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് നസ്യം വളരെ എഫക്റ്റീവാണ്. അതായത് നമ്മുടെ കഴുത്തിന് മുകളിലേക്കുള്ള ഭാഗങ്ങളിലുള്ള അസുഖങ്ങൾക്കെല്ലാം നല്ലതാണ്. കൈകൾക്കുണ്ടാകുന്ന ഈ ഒരു നെർവിൻ്റെ പ്രശ്നങ്ങൾക്ക്, നെർവിനെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് നസ്യം വളരെ ഉപകാരപ്രദമാണ്. നിങ്ങൾക്ക് രാവിലെ 2 തുള്ളി ഓരോ നോസ്ട്രിലും ഒഴിച്ചു കൊടുക്കാം. അണുതൈലമാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. അണുതൈലം 2 തുള്ളി ഒരു മൂക്ക് അടച്ച് പിടിച്ചതിന് ശേഷം ഒരു നോസ്ട്രിൽ ഒഴിച്ച് വലിച്ചെടുക്കാം. അതുപോലെ മറ്റേതിലും ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അത് തുപ്പിക്കളയേണ്ടതാണ്, ഇറക്കരുത്. ഇത് രാവിലെ വെറും വയറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഭക്ഷണം കഴിച്ച ഉടനെയോ ഒന്നും ചെയ്യരുത്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ ഒരു കണ്ടീഷന് ആയുർവേദത്തിൽ വളരെ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു ഡോക്ടറുടെ കീഴിൽ പോയാൽ പഞ്ചകർമ്മ തെറാപ്പികളും അതുപോലെ ഇൻറ്റേർണൽ മെഡിസിൻസും ഒക്കെ എടുക്കാം. ഈ ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു റിലീഫിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വളരെ കൂടുതലുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ പോയി കാണേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങൾ കൂടെ പറഞ്ഞു തരാം. അതായത് ഇൻറ്റേർണലി കഴിക്കാൻ പറ്റുന്ന 3 കാര്യങ്ങൾ. ഒന്നാമത്തേത് ടെർമറിക് മിൽക്കാണ്, അതായത് മഞ്ഞളിട്ട പാല്. ഒരു ഗ്ലാസ് പാല് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ ഇടുക. അതിലേക്ക് ഒരു പിഞ്ച് കുരുമുളക് കൂടി ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം, കുരുമുളക് പൊടി. ഇത് മഞ്ഞളിൻ്റെ അബ്സോർപ്ഷനെ കൂട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കും. അപ്പോൾ ഈ ഒരു ഗ്ലാസ് പാല് നിങ്ങൾക്ക് കുടിക്കാം. ഇത് വളരെ നല്ലതാണ്. രക്തയോട്ടം വർദ്ധിപ്പിക്കാനും അതുപോലെ നെർവ്സിനും ഒക്കെ വളരെ നല്ല കാര്യമാണ്. ഇത് നിങ്ങൾക്ക് ചെയ്യാം. ഇനി രണ്ടാമത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അശ്വഗന്ധയാണ്. അശ്വഗന്ധ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നെർവിനെ വളരെയധികം ബൂസ്റ്റ് ചെയ്യും. നെർവ്സിനെ വളരെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു മരുന്നാണ് അശ്വഗന്ധ അല്ലെങ്കിൽ അമുക്കുരം. ഇത് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ചൂട് പാലിലേക്ക് 1 ടീസ്പൂൺ ഇട്ടിട്ട് രാത്രി കിടക്കുമ്പോൾ കഴിക്കാം. ഈ 1 ടീസ്പൂണിൽ അധികമാവാതെ ശ്രദ്ധിക്കണം. നല്ലതാണെന്ന് ഓർത്ത് ഒരുപാട് കഴിക്കരുത്, അതുപോലെ ഒരുപാട് കാലവും കഴിക്കരുത്. ഒരു 41 ദിവസം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാം. പിന്നെ നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ കുറച്ച് നാൾ ഗ്യാപ്പ് എടുത്തതിന് ശേഷം മാത്രം കഴിക്കുക. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ നെർവിനെ വളരെ ഉത്തേജിപ്പിക്കുകയും അതുപോലെ വളരെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു മരുന്നാണ്. ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. പിന്നെ ഡെയിലി സാധാരണയായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ബ്രഹ്മിയുടെ ഇല എടുത്തിട്ട് നിങ്ങൾക്ക് വെള്ളം വെച്ച് കുടിക്കാം. ഈ ബ്രഹ്മിയുടെ 5-8 ഇലകൾ ഇട്ടിട്ട് വെള്ളം വയ്ക്കാം, ഇത് കുടിക്കാം. ഇത് ബ്രഹ്മിയും വളരെ നെർവ്സിനെ വളരെ ശക്തിപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ബ്രഹ്മിയും വളരെ നല്ലതാണ്. ഈ 3 കാര്യങ്ങളിൽ നിങ്ങൾക്ക് പറ്റാവുന്നത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി നമ്മുടെ ലൈഫ് സ്റ്റൈലിലേക്ക് വരികയാണെങ്കിൽ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ടുള്ള പ്രാണായാമങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. സ്ട്രെസ് ഈ ഒരു കണ്ടീഷനെ കൂട്ടാൻ വളരെ കാരണമാവും. അതുകൊണ്ട് തന്നെ സ്ട്രെസ് കുറക്കാൻ വേണ്ടിയിട്ട് പ്രാണായാമ, യോഗ ഒക്കെ ചെയ്യാവുന്നതാണ്. ഒരു അരമണിക്കൂറെങ്കിലും ഡെയിലി എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ടത് എരിവ്, പുളിയൊക്കെ അധികമായിട്ടുള്ളതും അതുപോലെ തന്നെ തണുത്ത ഭക്ഷണ പദാർത്ഥങ്ങളും ഒഴിവാക്കേണ്ടതാണ്. ഇളം ചൂടോടുകൂടി മാത്രം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി സ്മോക്കിങ്ങും അതുപോലെ ആൽക്കഹോളും ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇത് രണ്ടും നിർത്തണം, വളരെ അത്യാവശ്യമാണ്. അതായത് ഇത് രണ്ടും രക്തയോട്ടം കുറയ്ക്കുകയും നെർവ്സിനെ ശക്തി കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. സ്മോക്കിംഗ് പ്രത്യേകിച്ച് ഇത് രണ്ടും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഇനി ഞാൻ കുറച്ച് എക്സസൈസുകൾ കാണിച്ചു തരാം. ഇതുകൂടെ നിങ്ങൾക്ക് ഡെയിലി ചെയ്യാം. ഇത് ചെയ്യുന്നത് നിങ്ങളുടെ പെയിൻ കുറക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കും.
നിങ്ങൾ കൈ ആദ്യം നേരെ ചുമരിനോ അല്ലെങ്കിൽ ഒരു ഡോറിനോ ഇതുപോലെ വെച്ച് കൊടുക്കാം. അങ്ങോട്ട് നല്ല ശക്തിയിൽ പ്രഷർ കൊടുക്കുക. ഇങ്ങനെ ഒരു 10 സെക്കൻഡ് പിടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു 15 പ്രാവശ്യം നിങ്ങൾക്കൊരു ദിവസം ചെയ്യാം. പിന്നെ ഇതേ കൈ നമുക്ക് ഇങ്ങനെ തിരിച്ച് ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരാം. ഒരു 5 സെക്കൻഡെങ്കിലും ഹോൾഡ് ചെയ്യുക. പിന്നെ വീണ്ടും നേരെ തിരിച്ച് ഇതുപോലെ ആക്കുക. ഇത് ഒരു 10-15 പ്രാവശ്യം നിങ്ങൾക്ക് ഡെയിലി ചെയ്യാവുന്നതാണ്. ഇതും വളരെ എഫക്റ്റീവാണ്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് എന്ന് പറയുന്നത് 2 കൈയും ഇതുപോലെ ഒരു ടേബിളിൻ്റെ മുകളിലേക്ക് വെക്കാം. ഇതുപോലെ ടേബിളിനെ മുകളിലേക്ക് വച്ചതിന് ശേഷം വിരലുകൾ മാത്രം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, മടക്കി കൊടുക്കുക. വിരലുകൾ മാത്രം മടക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതുപോലെ വിരലുകൾ മാത്രം ആദ്യം മടക്കി കൊടുക്കുക. രണ്ടാമത് ചെയ്യുമ്പോൾ വിരൽ മൊത്തമായിട്ട് മടക്കി കൊടുക്കുക. ഇതുപോലെ മടക്കി കൊടുക്കുക. മൂന്നാമത് ചെയ്യുമ്പോൾ മുഷ്ടി ചുരുട്ടി പിടിക്കുക. ഈ 3 എണ്ണം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മളിതൊരു ടേബിളിൻ്റെ മുകളിലേക്ക് ഈ ഒരു കൈ വെച്ച് കൊടുക്കാം. 2 കൈകളും വെച്ച് കൊടുക്കാം. അതിനുശേഷം ആദ്യം വിരലുകൾ മാത്രമായിട്ട് 10 പ്രാവശ്യം ചെയ്യാം. പിന്നെ രണ്ടാമത് വിരൽ മൊത്തമായി അടച്ചിട്ട് 10 പ്രാവശ്യം ചെയ്യാം. പിന്നെ മുഷ്ടി ചുരുട്ടിയിട്ട് 10 പ്രാവശ്യം ചെയ്യാം. ഇങ്ങനെ നിങ്ങൾക്ക് എക്സസൈസുകൾ ചെയ്തു കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു എക്സസൈസ് ചെയ്യാൻ പറ്റുന്നത് കൈ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കാം. എന്നിട്ട് അടുത്ത കൈ ഉപയോഗിച്ചിട്ട് അതിനെ നമുക്കൊന്ന് ബാക്കോട്ട് ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഹോൾഡ് ചെയ്ത് കൊടുക്കാം. കൈ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കണം. എന്നിട്ട് പിറകോട്ട് വലിച്ചു കൊടുക്കാം. ഇങ്ങനെ നമുക്ക് എത്ര സമയം പറ്റുമോ അത്രയും ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം. ഇത്രയും എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം കാണുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്